മുസ്ലിം വിശ്വാസികൾക്കിനി ആത്മീയ ധന്യതയുടെ റംദാൻ വ്രതാനുഷ്ഠാന കാലം. വ്രതനിഷ്ഠയോടെയുള്ള രാപ്പകലുകൾ വിശ്വാസികൾക്ക് പകരുന്നത് ആത്മീയ ഉന്മേഷം കൂടിയാണ്. കാരുണ്യം മണ്ണിൽ പെയ്തിറങ്ങുന്ന റംസാൻ വ്രതാനുഷ്ഠാന കാലത്തിന് തുടക്കമാകുമ്പോൾ ആത്മീയ നിർവൃതിയിലാണ് ഇസ്ലാം മതവിശ്വാസികൾ. ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് ആരാധനയോടെ ജീവിതം ചിട്ടപ്പെടുത്തുന്ന ദിനങ്ങൾ. ജലപാനം പോലുമില്ലാതെ വിശപ്പറിഞ്ഞുള്ള ഓരോ മണിക്കൂറുകളും ഒരു ആരാധന എന്നതിലപ്പുറം സാമൂഹികമായ നിരവധി സന്ദേശങ്ങളാണ് ഈ വ്രതകാലം മുസ്ലിം വിശ്വാസികൾക്ക് നൽകുന്നത്. കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും നാളുകളാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ. ആ നാളുകൾക്ക് വേണ്ടി വിശ്വാസികളെല്ലാം വളരെ ഒരുക്കത്തിലാണ്, വളരെ ആവേശത്തിലാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ വിശുദ്ധ റമദാൻ. ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസവും റമദാനിലുണ്ട്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ ഒരുമിച്ച് കൂടിയ ഒരു മാസമാണ് വിശുദ്ധ റമദാൻ. പാവപ്പെട്ടവന്റെ വിശപ്പ് സ്വയം അനുഭവിക്കുന്നതിലൂടെ പരസ്പരം സഹായിക്കാനും പങ്കുവെക്കാനുമുള്ള പാഠം സ്വായത്തമാക്കുന്നു. അങ്ങനെ ചെയ്താൽ ആരാധനാ കർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടിയാണിത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാവായ ലൈലത്തുൽ ഖദറിന്റെ മാസം. രാത്രിയിലെ പ്രത്യേക നിസ്കാരമായ തറാവിഹും ഇഫ്താർ അത്താഴവുമെല്ലാം ഈ മാസത്തിന്റെ പ്രത്യേകതകളാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.